സ്വന്തം ഭാര്യയുടെ മരണത്തിന് സാക്ഷിയായ ഭർത്താവ് ഒടുവിൽ ആ ഭാര്യയെ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് കണ്ടുമുട്ടി. അതെ, ആരും പറയാത്ത, ആരും കേൾക്കാത്ത കഥ. തൃശ്ശൂർ ജില്ലയിലെ ചെറിയൊരു പട്ടണത്തിൽ വെച്ചാണ് കഥ തുടങ്ങുന്നത്. അവിടെ കാർത്തികേയൻ എന്നൊരു IPS ഉദ്യോഗസ്ഥൻ. നാട്ടുകാരും കുറ്റവാളികളും ഒരേപോലെ പേടിപ്പിക്കുന്ന ഒരേയൊരു പേര് കാർത്തികേയൻ IPS. അദ്ദേഹം ചുമതലയേറ്റതോടെ ആ പട്ടണത്തിൻ്റെ സ്വഭാവം തന്നെ മാറി. ചെറിയ കാര്യങ്ങൾക്ക് പോലും അവഗണിക്കാത്ത, ഓരോ തെറ്റിനെയും വലിയ കുറ്റമായി കാണുന്ന ഒരു കർശന ഉദ്യോഗസ്ഥൻ. ഒരു ചെറിയ നിയമലംഘനമെങ്കിലും അദ്ദേഹത്തിൻ്റെ കണ്ണിൽപ്പെട്ടാൽ അതിന് കഠിനമായ നടപടി ഉറപ്പായിരുന്നു. കാർത്തികേയൻ എപ്പോഴും കോപത്തിലായിരിക്കും. അദ്ദേഹത്തിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ ആളുകൾ വിറയ്ക്കും. താഴ്ന്ന പോലീസ് ഉദ്യോഗസ്ഥരോട് പോലും അദ്ദേഹം ഒരിക്കലും ഇളവ് കൊടുക്കാറില്ല. ചെറിയ പിഴവ് ചെയ്താൽ കടുത്ത ശാസനയും ശിക്ഷയുമായിരിക്കും. ഡ്യൂട്ടി ചെയ്യാൻ കഴിയില്ലെങ്കിൽ ഈ യൂണിഫോം ധരിക്കേണ്ട എന്ന് അദ്ദേഹം പലപ്പോഴും കടുത്ത രീതിയിൽ പറയും. അദ്ദേഹത്തിന് കരുണ എന്നൊരു വികാരമില്ലായിരുന്നു. നിയമം മാത്രമാണ് അദ്ദേഹത്തിൻ്റെ ലോകം. മനുഷ്യൻ്റെ വികാരങ്ങൾക്കും സാഹചര്യങ്ങൾക്കും അദ്ദേഹം ഒരിക്കലും വില കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ ഭാര്യ മീര, ഭർത്താവിനെ ജീവന തുല്യ സ്നേഹിക്കുന്ന ഒരു യുവതി. കാർത്തികേയൻ എത്ര കഠിന സ്വഭാവക്കാരനായാലും മീരയുടെ ലോകം മുഴുവൻ അദ്ദേഹം തന്നെയായിരുന്നു. അദ്ദേഹം വീട്ടിലെത്തുന്ന ഓരോ ദിവസവും മീരയ്ക്കൊരു പ്രത്യേക ദിനം പോലെ തന്നെയായിരുന്നു. വാതിൽ തുറക്കുന്ന ശബ്ദം കേൾക്കുമ്പോൾ തന്നെ അവളുടെ മുഖത്തൊരു ചിരി വിരിയും. അദ്ദേഹം വീട്ടിൽ കയറുന്നതിന് മുൻപ് തന്നെ ചൂട് തായ തയ്യാറാക്കി വയ്ക്കും അവൾ. അദ്ദേഹത്തിന് ഇഷ്ടമുള്ള ഭക്ഷണം, വസ്ത്രങ്ങൾ, ചെറിയ കാര്യങ്ങൾക്ക് പോലും ഒന്നും കുറവില്ലാതെ മീര ശ്രദ്ധിക്കും. അദ്ദേഹം പറയാതെ തന്നെ അദ്ദേഹത്തിന് എന്തു വേണമെന്ന് അവൾക്കറിയാം. അദ്ദേഹത്തിൻ്റെ നിശബ്ദത പോലും അവൾക്ക് വായിക്കുവാൻ പറ്റും. പക്ഷേ കാർത്തികേയൻ ഒരിക്കലും അതേ രീതിയിലുള്ള സ്നേഹം അവളോട് പ്രകടിപ്പിച്ചിട്ടില്ല. ജോലിയുടെ ഭാരം, സമ്മർദ്ദം, കോപം ഇവയെല്ലാം വീട്ടിലും കൂടെ വരും. അദ്ദേഹം പലപ്പോഴും ആ ദേഷ്യം മീരയോട് തന്നെ പ്രകടിപ്പിക്കും. ചെറിയ കാര്യങ്ങൾക്ക് പോലും അവളെ ശ്വാസിക്കും. കുറച്ച് വാക്കുകളിൽ പോലും വേദനിപ്പിക്കും. എന്നാലും മീര ഒരിക്കലും പ്രതികരിക്കാറില്ല. ഒരു പരാതിയും പറയില്ല. അദ്ദേഹത്തിൻ്റെ ഓരോ കോപത്തിൻ്റെയും പിന്നിൽ ഉള്ള ക്ഷീണം അവൾക്കറിയാം. അദ്ദേഹം ഇങ്ങനെ പെരുമാറുന്നത് ജോലി കാരണമാണ് എന്ന് അവൾ ആശ്വസിക്കും. അവൾക്കായി കാർത്തികേയൻ ഒരു കഠിന ഉദ്യോഗസ്ഥനല്ലായിരുന്നു. ക്ഷീണിച്ച മനുഷ്യനായിരുന്നു അവളുടെ മനസ്സിൽ. അദ്ദേഹം ഒരിക്കൽ പോലും അവളോട് സ്നേഹത്തിൽ സംസാരിച്ചിട്ടില്ല. എന്നാൽ ഒരു നിമിഷം പോലും അദ്ദേഹത്തെ വിട്ടുപോകണമെന്ന് മീര ചിന്തിച്ചിട്ടുമില്ല. കാരണം അവൾക്കറിയാമായിരുന്നു, അദ്ദേഹം അത്രയോ നല്ല മനുഷ്യനാണെന്ന് അവൾ മനസ്സിൽ ചിന്തിച്ചിരുന്നു. ഒരു ദിവസം കാർത്തികേയൻ വീട്ടിലേക്ക് വരാൻ വളരെ വൈകി. ആ ദിവസം മുഴുവൻ അദ്ദേഹം ഒരു സങ്കീർണമായ കേസിൻ്റെ പിൻപിലായിരുന്നു. എത്ര ശ്രമിച്ചിട്ടും കേസ് മുന്നോട്ട് പോകുന്നില്ല. ഓരോ സൂചനയും വഴിമാറുന്നു. ഓരോ ശ്രമവും പരാജയപ്പെടുന്നു. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ കെട്ടിക്കിടക്കുന്ന കോപമായി മാറിയിരിക്കുന്നു. വീട്ടിലെ വാതിൽ തുറന്ന് അകത്തേക്ക് കടന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖത്ത് ആ ദേഷ്യം വ്യക്തമായിരുന്നു. ഒരു വാക്കുപോലും പറയാതെ ഷർട്ട് മാറ്റി വലിയ ശബ്ദത്തോടെ കസാരയിലിരുന്നു. അദ്ദേഹത്തിൻ്റെ ശ്വാസം പോലും കനത്തലായിരുന്നു. മനസ്സിലെ സമ്മർദ്ദം മുഴുവൻ മുഖത്ത് തെളിഞ്ഞിരുന്നു. അടുക്കളയിൽ നിന്നും മീര ആ ഒരു നോട്ടം കൊണ്ട് അദ്ദേഹത്തെ മനസ്സിലാക്കി. ഇന്ന് വളരെ വിഷമത്തിലാണ് അവളുടെ ഹൃദയം പറഞ്ഞു. ഒന്നും ചോദിക്കാതെ വേഗത്തിൽ ചൂടോടെ ഒരു ചായ തയ്യാറാക്കി. അവൾക്കറിയാം, ആ ചായ കുടിച്ചാൽ കുറച്ചു നേരം വിശ്രമിച്ചാൽ അദ്ദേഹത്തിൻ്റെ മനസ്സിലെ ഭാരമെങ്കിലും കുറയും എന്ന് അവൾ മനസ്സിൽ ചിന്തിച്ചു. മന്ദഗതിയിൽ അവൾ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് നടന്നു. കയ്യിൽ ചൂടൻ ചായക്കപ്പ്. ഇത് കുടിച്ചോളൂ, കുറച്ചു നേരം വിശ്രമിച്ചാൽ ഒക്കെ ശരിയാകും എന്നവൾ സ്നേഹത്തോടെ പറഞ്ഞു. ഒരു നിമിഷം മീര പ്രതീക്ഷിച്ചത് അദ്ദേഹം ചായ എടുത്ത് മിണ്ടാതെയെങ്കിലും കുടിക്കുമെന്ന്. പക്ഷേ അടുത്ത നിമിഷം തന്നെ കാർത്തികേയൻ്റെ മീരയുടെ കയ്യിലുള്ള കപ്പ് തട്ടിക്കളഞ്ഞു. ചായ നിലത്ത് ചിതറിപ്പോയി. കപ്പ് പൊട്ടി. നിന്നോട് ആരാണ് പറഞ്ഞത് ഈ ചായയുമായി എൻ്റെ മുൻപിലേക്ക് വരുവാൻ? അദ്ദേഹത്തിൻ്റെ ശബ്ദം കടുത്തതായിരുന്നു. നിനക്കിവിടെ അണിഞ്ഞൊരുങ്ങി നിന്നാൽ മാത്രം മതി. എൻ്റെ വിഷമം എനിക്ക് മാത്രമേ അറിയുള്ളൂ. നീ എൻ്റെ മുന്നിൽ വരേണ്ട ആവശ്യമില്ല. എൻ്റെ മുന്നിൽ നിന്ന് ഇപ്പോൾ തന്നെ പോകൂ. ആ വാക്കുകൾ ഒരു കത്തി പോലെ മീരയുടെ ഹൃദയത്തിൽ കുത്തി. ഒരു നിമിഷം അവൾ നിശ്ചലമായി നിന്നു. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. പക്ഷേ അവൾ അതിന് പ്രതികരിച്ചില്ല. കൈകൾ പതുക്കി ചേർത്തു. തല താഴ്ത്തി അവൾ ശാന്തമായി പിന്നോട്ട് നടന്നു. അവളുടെ ഹൃദയം പൊട്ടിപ്പോയിരുന്നു. പക്ഷേ ശബ്ദം പുറത്തു വന്നില്ല. അടുക്കളയിലേക്ക് തിരിഞ്ഞു നടന്നപ്പോൾ അവളുടെ ഓരോ കാൽവെപ്പും ഭാരമായിരുന്നു. അവൾക്കുള്ളിൽ വേദന പടർന്നിരുന്നു. എന്നാലും അദ്ദേഹം ഇങ്ങനെ പെരുമാറുന്നത് അദ്ദേഹത്തിൻ്റെ വിഷമം കൊണ്ടാണ് എന്നവൾ വീണ്ടും ആശ്വസിച്ചു. ആ രാത്രി ആ വീട്ടിൽ ഒരു വശത്ത് കത്തിപ്പോയ കോപം, മറ്റൊരു വശത്ത് മൗനമായി കരഞ്ഞ ആ സ്നേഹം മീരയുടെ. പിറ്റേ ദിവസം രാവിലെ കാർത്തികേയൻ ഓഫീസിലേക്ക് പോകുവാനൊരുങ്ങി. ഇന്നലത്തെ സംഭവത്തിൻ്റെ ഒരു തണുപ്പ് പോലും വീട്ടിൽ നിന്നും മാറിയിട്ടുണ്ടായിരുന്നില്ല. മീര പതിവ് പോലെ തന്നെ ശാന്തമായി എഴുന്നേറ്റ് അദ്ദേഹത്തിനായി ചൂടോടെ ചായ തയ്യാറാക്കി. അവളുടെ കണ്ണുകളിൽ ഇന്നലത്തെ വേദന ഒരു മങ്ങലുമുണ്ടായിരുന്നു. എന്നാലും അവളുടെ മനസ്സിൽ കോപമോ വിരോധമോ ഒന്നുമില്ലായിരുന്നു. ചായ കയ്യിലെടുത്ത് മന്ദഗതിയിൽ അവൾ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് നടന്നു. അവളുടെ ശബ്ദം അല്പം വിറച്ചിരുന്നു. അവൾ പതിയെ കാർത്തികേയനോട് പറഞ്ഞു, എന്നോട് ക്ഷമിക്കണം. നിങ്ങളുടെ മനസ്സിലെ വിഷമം നോക്കാതെ ഞാൻ ഇന്നലെ ചായ കൊണ്ടുവന്നു.
അവൾ തല താഴ്ത്തി നിന്നു. ആ വാക്കുകൾ കേട്ടപ്പോൾ ഒരു നിമിഷം കാർത്തികേയൻ അവളെ നോക്കി. മീരയുടെ ആ നിഷ്കളങ്കമായ മുഖം, കണ്ണുകളിൽ നിറഞ്ഞു നിന്ന ആ സ്നേഹം, അവളുടെ ശബ്ദത്തിലെ അത്രയും സത്യസന്ധത. അവൻ്റെ മനസ്സിൽ ഒരു ചെറിയ ചലനമുണ്ടായി. ഞാനാണ് തെറ്റ് ചെയ്തത് എന്നു പറയേണ്ട ഒരു നിമിഷം അതായിരുന്നു. പക്ഷേ അവൻ്റെ അഹങ്കാരം, കടുത്ത സ്വഭാവം, അത് അവനെക്കൊണ്ട് തന്നെ അത് തടഞ്ഞു. അദ്ദേഹത്തിൻ്റെ മനസ്സ് ആ തെറ്റ് സമ്മതിക്കുവാൻ തയ്യാറായില്ല. ഒരു വാക്കുപോലും പറയാതെ, അവളുടെ കയ്യിലെ ചായ പോലും നോക്കുവാതെ അദ്ദേഹം തിരിഞ്ഞു നടന്നു. വാതിൽ തുറന്നു. ഒന്നും സംഭവിച്ചില്ലാത്തതുപോലെ തന്നെ അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങിപ്പോയി. കാർത്തികേയൻ ജോലിക്ക് പോയ നിമിഷം തന്നെ വീട്ടിലൊരു നിശബ്ദത നിറഞ്ഞിരുന്നു. പക്ഷേ അവളുടെ മനസ്സിലെ ഒരു ചെറിയ പ്രതീക്ഷയുണ്ടായിരുന്നു. ഇന്ന് വൈകുന്നേരം അദ്ദേഹം വരുമ്പോൾ അദ്ദേഹത്തിന് ഇഷ്ടമുള്ള ഭക്ഷണം ഉണ്ടാക്കി വെക്കാം. മനസ്സ് നിറഞ്ഞ ഭക്ഷണം കഴിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ വിഷമം കുറയുമല്ലോ. അങ്ങനെ അവൾ സ്വയം സംസാരിച്ചുകൊണ്ട് അടുക്കളയിൽ കയറി. അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടമുള്ള വിഭവങ്ങൾ മനസ്സിൽ വെച്ചു. ഏത് കറി, ഏത് രുചി, എത്ര ഉപ്പ്, എത്ര മസാല, എല്ലാം അവൾക്ക് നന്നായി അറിയാം. ഇപ്രാവശ്യം എല്ലാം നല്ല രീതിയിലാകണം അവൾ തീരുമാനിച്ചു. അതിനുവേണ്ട സാധനങ്ങൾ വാങ്ങുവാൻ മീര മാർക്കറ്റിലേക്ക് പോകുവാൻ തയ്യാറായി. വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിപ്പോഴും അവളുടെ ചിന്തകൾ മുഴുവൻ കാർത്തികേയനെക്കുറിച്ചായിരുന്നു. അദ്ദേഹത്തിൻ്റെ മുഖം, അദ്ദേഹത്തിൻ്റെ കോപം, അദ്ദേഹത്തിൻ്റെ ക്ഷീണം. ഇന്നെങ്കിലും അദ്ദേഹം ചിരിക്കും എന്നവൾ മനസ്സിൽ കരുതി. അങ്ങനെ ചിന്തകളിൽ മുഴുകി മന്ദഗതിയിൽ അവൾ മാർക്കറ്റിലേക്ക് നടന്നു. മാർക്കറ്റിലെത്തിയപ്പോൾ അവൾ ശ്രദ്ധയോടെ പച്ചക്കറികൾ തിരഞ്ഞെടുക്കുവാൻ തുടങ്ങി. ഇത് അദ്ദേഹത്തിന് ഇഷ്ടമാണ്, ഇതുണ്ടാക്കിയാൽ അദ്ദേഹം സന്തോഷിക്കും. ഓരോ സാധനവും അവൾ സ്നേഹത്തോടെ തിരഞ്ഞെടുത്തു. കയ്യിലെ ബാഗുകൾ നിറഞ്ഞു, ഹൃദയം പ്രതീക്ഷിച്ചുകൊണ്ട് നിറഞ്ഞു. അങ്ങനെ മീര വീട്ടിലേക്ക് തിരിച്ചു നടന്നു. പക്ഷേ വീട്ടിലേക്ക് പോകുന്ന വഴിയിൽ ആകാശം പെട്ടെന്ന് മാറി. മേഘങ്ങൾ കറുത്തുകെട്ടി, കാറ്റ് ശക്തമായി വീശി. ഒരു നിമിഷം കൊണ്ട് മഴ കുതിച്ചു പെയ്യുവാൻ തുടങ്ങി. അതെ, അതിശക്തമായ മഴ. വഴിയിലൂടെ നടന്നു പോകുന്ന എല്ലാവരും തിക്കും തിരക്കും പിടിച്ച് ഓടുവാൻ തുടങ്ങി. ഒരാൾ കടവിലേക്ക്, മറ്റൊരാൾ ഷെഡിലേക്ക്. എല്ലാവരും രക്ഷ തേടി. മീര വേഗത്തിൽ നടന്നു, കയ്യിലെ സാധനങ്ങൾ പിടിച്ച്. മഴയിൽ അവളുടെ വസ്ത്രങ്ങൾ നനഞ്ഞു, കണ്ണുകൾ മുന്നിൽ വെള്ളം ചിതറുന്നു. അവൾ റോഡ് മുറിച്ച് കടക്കുവാൻ തുടങ്ങി. ആ നിമിഷം പെട്ടെന്ന് തന്നെ ഒരു ലോറി വേഗത്തിൽ അവളുടെ നേരെ വന്നു. മഴ കാരണം ഡ്രൈവർക്ക് കാഴ്ച മങ്ങിയിരുന്നു. ശ്രദ്ധിക്കൂ എന്നാരോ വിളിച്ചു പറയുന്നു. പക്ഷേ അതിനു മുൻപേ ലോറി മീരയെ ഇടിച്ചു. അവൾ ശക്തമായി റോഡിലേക്ക് തെറിച്ചു വീണു. കയ്യിലെ ബാഗുകളെല്ലാം ചിതറിപ്പോയി. പച്ചക്കറികൾ മഴവെള്ളത്തിൽ ചാലായി ഒഴുകി. ചുറ്റും നിന്നവർ ഞെട്ടി. അയ്യോ, ആരെങ്കിലും ആംബുലൻസിനെ വിളിക്കൂ. ആളുകളെല്ലാം ഓടിയെത്തി അവളെ ചുറ്റും കൂടി. മീര അവിടെ രക്തത്തിൽ കുളിച്ചു കിടന്നു. അവളുടെ കണ്ണുകൾ മങ്ങിത്തുടങ്ങി. മഴ ആ രക്തവുമായി ചേർന്നൊഴുകി. ഒരാൾ അവളുടെ തല ഉയർത്തിപ്പിടിച്ചു, മറ്റൊരാൾ വേഗം ഫോൺ വിളിച്ചു. അങ്ങനെ അവളെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. ആ വൈകുന്നേരം പട്ടണത്തിലെ വഴികൾ ഒരു ദുഃഖകഥ ആരംഭിച്ചിരുന്നു. എന്നാൽ മറുവശത്ത് കാർത്തികേയൻ പോലീസ് സ്റ്റേഷനിൽ തന്നെ തൻ്റെ കസേരയിലിരിക്കുകയായിരുന്നു. മുൻപിൽ ഫയലുകൾ തുറന്നു കിടക്കുന്നു. ഫോൺ ഇടയ്ക്ക് മുഴങ്ങുന്നു. ഓഫീസിലെ തിരക്കുകൾ പതിവ് പോലെ തുടരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ മനസ്സ് അവിടെയുണ്ടായിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ ചിന്തകൾ മുഴുവൻ മീരയിലായിരുന്നു. ഇന്നലെ നടന്ന സംഭവം, അവളുടെ കണ്ണുകൾ നിറഞ്ഞ കണ്ണുനീർ, അവൾ പറഞ്ഞ വാക്ക് ക്ഷമിക്കണം, എല്ലാം വീണ്ടും വീണ്ടും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ മുഴങ്ങി. ഞാൻ അങ്ങനെ പെരുമാറരുതായിരുന്നു. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ കുറ്റബോധം വളർന്നു. എനിക്ക് വേണ്ടി അവൾ എന്തെല്ലാം ചെയ്യുന്നു? ഞാൻ ചെയ്തത് തെറ്റാണ്. കാർത്തികേയൻ്റെ ഉള്ളിൽ ഒരു വേദന പടർന്നു. ആ കഠിനമായ ഓഫീസറുടെ മനസ്സിൽ ആദ്യമായി ഒരു വേദന പൊട്ടിപ്പുറപ്പെട്ടു. ഇന്ന് വൈകുന്നേരം വീട്ടിലേക്ക് പോകുമ്പോൾ അവൾക്ക് ഇഷ്ടമുള്ളത് വാങ്ങിക്കൊണ്ടു പോകണം. അങ്ങനെ കാർത്തികേയൻ തീരുമാനിച്ചു. അവളോട് സംസാരിക്കണം, ഒരിക്കലെങ്കിലും സ്നേഹത്തോടെ. അങ്ങനെ ഉറച്ച തീരുമാനം കാർത്തികേയൻ്റെ മനസ്സിലുറഞ്ഞു. ഒരു ചെറിയ ചിരി പോലും അവൻ്റെ മുഖത്ത് തെളിഞ്ഞു. പക്ഷേ ആ നിമിഷം തന്നെ വാതിൽ പെട്ടെന്ന് തുറന്നു. ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ശ്വാസം മുട്ടി ഓടിയെത്തി. സാർ! പോലീസ് ഉദ്യോഗസ്ഥൻ്റെ ശബ്ദം വിറച്ചിരുന്നു. കാർത്തികേയൻ ഒരു നിമിഷം തല ഉയർത്തി നോക്കി. എന്താ? അദ്ദേഹത്തിൻ്റെ ശബ്ദം ഗൗരവമായിരുന്നു. സാർ, സാറിൻ്റെ മേഡത്തിന്, സാറിൻ്റെ ഭാര്യയ്ക്ക് ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചു. ആ വാക്കുകൾ മിന്നൽ പോലെ കാർത്തികേയൻ്റെ ഹൃദയത്തിൽ പതിച്ചു. ഒരു നിമിഷം കാർത്തികേയൻ നിശ്ചലമായി. കാതുകളിൽ ശബ്ദം മങ്ങി. ലോകം മുഴുവൻ ശൂന്യമായി തോന്നി. എന്ത്? അദ്ദേഹത്തിൻ്റെ ശബ്ദം വളരെ ശക്തമായിരുന്നു. ഇപ്പോൾ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് സാർ. അത് കേട്ട ഉടനെ തന്നെ കാർത്തികേയൻ കസാരയിൽ നിന്ന് എഴുന്നേറ്റു. അദ്ദേഹത്തിൻ്റെ മുഖം വെണ്മയായി, കണ്ണുകളിൽ ഭയം നിറഞ്ഞു. ഇത്രയും കാലം ഒരാളെയും പേടിക്കാത്ത ആ മനുഷ്യൻ ആ നിമിഷം വിറച്ചു. മീര! അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഒരു വിളി മുഴങ്ങി. ഒന്നും ചിന്തിക്കാതെ ഫയലുകളും ജോലികളും എല്ലാം അവിടെ വെച്ച് അദ്ദേഹം വണ്ടിയിൽ യാത്രയായി. അതെ, ആ ആശുപത്രിയിലേക്ക്. വേഗം ആശുപത്രിയിലേക്ക് പോകൂ എന്ന് ഡ്രൈവറോട് ദേഷ്യത്തിൽ തന്നെ പറഞ്ഞു. ആദ്യമായി കാർത്തികേയൻ തൻ്റെ ഹൃദയം എത്രത്തോളം മീരയെ ആശ്രയിച്ചിരിക്കുന്നുവെന്ന് അറിയുന്ന നിമിഷമായിരുന്നു അത്. അങ്ങനെ ആശുപത്രിയിൽ കാർത്തികേയൻ പാഞ്ഞെത്തി. ശ്വാസം പോലും പിടിച്ചു നിൽക്കുവാൻ കഴിയാതെ അവൻ നേരെ കാഷ്വാലിറ്റി വാർഡിലെ ഭാഗത്തേക്ക് ഓടി. മീര എവിടെയാണ് എൻ്റെ മീര? ഡോക്ടറോട് വേഗത്തിൽ തന്നെ ചോദിച്ചു. ഡോക്ടർമാരും നഴ്സുമാരും ഒരു നിമിഷം ശബ്ദമില്ലാതെയായി. അവിടെ ഒരു ബെഡിൽ ശാന്തമായി കിടക്കുന്ന മീരയെ അവർ ചൂണ്ടിക്കാട്ടി.
അവളുടെ മുഖം നിശ്ചലമായി, കണ്ണുകൾ അടഞ്ഞു. ഒന്നും സംസാരിക്കാത്ത ഒരു നിശബ്ദത. ഡോക്ടർ ശാന്തമായി പറഞ്ഞു, ക്ഷമിക്കണം, ഞങ്ങൾ ശ്രമിച്ചു, പക്ഷേ രക്ഷിക്കുവാൻ കഴിഞ്ഞില്ല. ആ വാക്കുകൾ കാർത്തികേയൻ്റെ ലോകം തകർന്നു വീണ നിമിഷമായിരുന്നു. ഇല്ല, അവൻ തലകുനിക്കി. അവൾക്കൊന്നും സംഭവിക്കില്ല. കാർത്തികേയൻ മീരയുടെ അടുത്തേക്ക് ഓടിച്ചെന്നു. അവളെ കെട്ടിപ്പിടിച്ചു. ജീവനില്ലാത്ത ഒരു നിശബ്ദത. മീര, എഴുന്നേൽക്കൂ. കാർത്തികേയൻ്റെ ശബ്ദം വിറച്ചു. ഞാനിവിടെയുണ്ടല്ലോ, എനിക്ക് നിന്നോട് സംസാരിക്കണം. പക്ഷേ അവൾ മിണ്ടിയില്ല. ആ കഠിനമായ IPS ഓഫീസർ ഒരു നിമിഷം തകർന്ന മനുഷ്യനായി. കാർത്തികേയൻ്റെ കണ്ണുനീർ തടയാനായില്ല. ആശുപത്രിയുടെ നടുവിൽ മിണ്ടാതെ ഉറക്കെ പൊട്ടിക്കരഞ്ഞു. വൈകുന്നേരം കാർത്തികേയൻ വീട്ടിലേക്ക് തിരിച്ചു. അതും വെറും ഒരു വീട് മാത്രമായിരുന്നു. പക്ഷേ മീരയില്ലാത്ത വീട് ഒരു ശൂന്യമായ സ്ഥലമായി മാത്രം തോന്നി. വാതിൽ തുറന്ന് അകത്ത് കയറിയപ്പോൾ കാർത്തികേയൻ്റെ കാലുകൾ നിൽക്കുവാൻ പോലും മടിച്ചു. ഇന്നലത്തെ പൊട്ടിയ കപ്പിൻ്റെ ഓർമ്മ. ഒരു നിമിഷം കാർത്തികേയൻ്റെ ഹൃദയം പൊട്ടിപ്പോയി. അവിടെ നിന്നുകൊണ്ട് അവൻ ചുറ്റും നോക്കി. അവളുടെ സാരി അൽമാരിയിൽ മടക്കി വെച്ചിരിക്കുന്നു. അവൾക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ എല്ലാം അതുപോലെ തന്നെ. പക്ഷേ അവൾ മാത്രമില്ല, മീര. കാർത്തികേയൻ മന്ദമായി വിളിച്ചു. മറുപടിയില്ല. അടുത്ത നിമിഷം കാർത്തികേയൻ നിലത്ത് മുട്ടുകുത്തി. അവൻ്റെ കൈകൾ വിറച്ചു, കണ്ണുകൾ നിറഞ്ഞു. ഞാൻ തെറ്റ് ചെയ്തു. കാർത്തികേയൻ ഉറക്കെ പൊട്ടിക്കരഞ്ഞു. എന്നോട് ക്ഷമിക്കണം മീര. ഒരിക്കലും നിന്നോട് എനിക്ക് സ്നേഹത്തിൽ പെരുമാറുവാൻ പറ്റിയിട്ടില്ല. കാർത്തികേയൻ്റെ ശബ്ദം തകർന്നു. നീ പറഞ്ഞ ആ വാക്ക്, ക്ഷമിക്കണമെന്ന വാക്ക്, അത് എൻ്റെ മനസ്സിൽ നിന്ന് മായുന്നില്ല മീര. കാർത്തികേയൻ ഉറക്കെ തന്നെ പൊട്ടിക്കരഞ്ഞു. ദിവസങ്ങൾ കഴിഞ്ഞു. സമയം കടന്നുപോയെങ്കിലും കാർത്തികേയൻ്റെ മനസ്സ് മുൻപോട്ട് പോയില്ല. ഓരോ ദിവസവും മീരയുടെ ഓർമ്മകൾ മാത്രം. ആ വീട്, അവൾ നടന്ന വഴികൾ, അടുക്കള, അവളുടെ ചിരി, അവളുടെ ശബ്ദം എല്ലാം കാർത്തികേയനെ പിന്തുടർന്നു. അവളില്ലാത്ത ആ വീട്ടിൽ താമസിക്കുവാൻ തന്നെ അദ്ദേഹത്തിന് കഴിയാതെയായി. രാത്രികൾ ഉറക്കമില്ലാതെ, കണ്ണുകൾ അടച്ചാൽ പോലും മീരയുടെ മുഖം മാത്രം. അവൾ പറഞ്ഞ അവസാന വാക്ക്, ക്ഷമിക്കണം. ആ വാക്ക് ഓരോ നിമിഷവും കാർത്തികേയൻ്റെ ഹൃദയം കുത്തി. ക്ഷമിക്കണമെന്ന് പറയേണ്ടത് ഞാനായിരുന്നു. അവൻ ഓരോ ദിവസവും വിചാരിച്ചു. മനസ്സിൻ്റെ നിയന്ത്രണം പോലും അവനിൽ നിന്ന് ഒഴിഞ്ഞുപോയി. കാർത്തികേയൻ അങ്ങനെ തീരുമാനിച്ചു. എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് മാറി നിൽക്കണം. അങ്ങനെയിരിക്കെയാണ് ഒരു ഔദ്യോഗിക അന്വേഷണത്തിന് മറ്റൊരു നഗരത്തിലേക്ക് പോകേണ്ട സാഹചര്യം വന്നത്. അത് കാർത്തികേയന് രക്ഷപ്പെടൽ പോലെ തോന്നി. ആ യാത്ര കാർത്തികേയൻ്റെ വേദനയിൽ നിന്ന് ഒരു മാറി നിൽക്കുവാനുള്ള അവസരമായി. അങ്ങനെ കാർത്തികേയൻ യാത്ര സ്വീകരിച്ചു. ട്രെയിനിൽ യാത്ര. ചാലകത്തിനരികിലിരുന്നു കാർത്തികേയൻ പുറത്തേക്ക് നോക്കി. വഴികൾ മാറുന്നു, നഗരങ്ങൾ മാറുന്നു. പക്ഷേ കാർത്തികേയൻ്റെ മനസ്സ് അപ്പോഴും മാറിയില്ല. മീരയുടെ ഓർമ്മകൾ. അതെ, അവളുടെ കൂടെ, കാർത്തികേയൻ്റെ കൂടെ തന്നെയുണ്ടായിരുന്നു ആ ഓർമ്മകൾ. മീരയുടെ മുഖം, അവളുടെ ചിരി, അവളുടെ ശബ്ദം, അവൾ അവസാനമായി പറഞ്ഞ വാക്ക്, ക്ഷമിക്കണം. കാർത്തികേയൻ്റെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു. അപ്പോൾ അകലെ നിന്ന് ഒരു ശബ്ദം, കടല 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 വേണോ? ആ ശബ്ദം ഒരു നിമിഷം കാർത്തികേയൻ്റെ ഹൃദയം നിശ്ചലമായി. അത് മീരയുടെ ശബ്ദം പോലെ. കാർത്തികേയൻ പതുക്കെ തല തിരിച്ചു നോക്കി. ഒരു യുവതി ട്രെയിനിനുള്ളിലൂടെ കടൽ വിറ്റ് നടക്കുന്നു. കയ്യിൽ നിറച്ച കടല തട്ടി. അവൾ കാർത്തികേയൻ്റെ അടുത്തേക്ക് വന്നു. ആ മുഖം, ആ കണ്ണുകൾ, ആ മുഖഛായ, അതെ, മീരയുടെ പോലെ തന്നെ. ഒരു നിമിഷം കാർത്തികേയൻ്റെ ശ്വാസം മുട്ടി. അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു. പതുക്കെ എഴുന്നേറ്റു. നീ? കാർത്തികേയൻ്റെ ശബ്ദം വിറച്ചു. നീ ആരാണ്? നിന്റെ പേരെന്താണ്? കാർത്തികേയൻ്റെ ആ ചോദ്യം കേട്ട് ഒരു നിമിഷം അവൾ ഞെട്ടി. ട്രെയിനിൽ ദിവസവും പലരെയും കാണുവാറുണ്ട്. പക്ഷേ ആദ്യമായിട്ടാണ് അവളുടെ പേര് ഒരാൾ ചോദിക്കുന്നത്. അവൾ മന്ദമായി പറഞ്ഞു, എൻ്റെ പേര് പൂജ. ആ വാക്കുകൾ കേട്ടപ്പോൾ കാർത്തികേയൻ പതുക്കെ തലകുനിച്ചു. ഇല്ല, ഇതെൻ്റെ മീരയല്ല. അവളുടെ പോലെ തന്നെ മുഖസാദൃശ്യമുള്ള മറ്റൊരു യുവതി. പക്ഷേ ആ മുഖം, ആ ശബ്ദം, ആ നിഷ്കളങ്കത എല്ലാം അവനെ വീണ്ടും വീണ്ടും തകർത്തു. കണ്ണുകളിൽ കണ്ണുനീർ നിറഞ്ഞുകൊണ്ട് കാർത്തികേയൻ വീണ്ടും ചോദിച്ചു, നിന്റെ വീടെവിടെയാണ്? പൂജ ഒരു നിമിഷം മിണ്ടാതെയിരുന്നു. അവളുടെ മുഖത്ത് ഒരു നിഴൽ പടർന്നു. പിന്നീട് മന്ദമായി സംസാരിക്കുവാൻ തുടങ്ങി. ഞാനൊരിക്കൽ വളരെ സന്തോഷത്തോടെ ജീവിച്ചിരുന്നവളാണ്. ഭർത്താവുമൊത്ത് ചെറിയ ജീവിതം, പക്ഷേ സന്തോഷമുണ്ടായിരുന്നു. പിന്നീട് പെട്ടെന്ന് സാമ്പത്തിക പ്രശ്നങ്ങൾ വന്നു തുടങ്ങി. വീട്ടിലെ തർക്കങ്ങൾ, പ്രതിസന്ധികൾ. അവസാനം എൻ്റെ ഭർത്താവ് എന്നെ ഉപേക്ഷിച്ചു, മറ്റൊരു യുവതിയോടൊപ്പം പോയി. പക്ഷേ അവൾ പിന്നെയും തുടർന്നു. ഞാൻ തോറ്റുകൊടുക്കുവാൻ തയ്യാറായില്ല. ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടുവാൻ കഴിയില്ലല്ലോ. എന്തു വന്നാലും നേരിടണം. അവളുടെ ആ വാക്കുകൾ കാർത്തികേയൻ്റെ ഹൃദയത്തിൽ തട്ടി. കാർത്തികേയൻ നിശ്ചലമായി അവളെ നോക്കി. ഒളിച്ചോടുവാൻ പറ്റില്ല. പക്ഷേ അതാണ് കാർത്തികേയൻ ഇപ്പോൾ ചെയ്യുന്നത്. അതെ, മീരയുടെ ആവേദനയിൽ നിന്ന് ഒളിച്ചോടുവാൻ നോക്കുന്നു. പക്ഷേ അദ്ദേഹത്തിന് അത് സാധിക്കുന്നുമെന്നില്ല. ഒടുവിൽ കാർത്തികേയൻ തൻ്റെ കഥ പൂജയോട് പറഞ്ഞു. ഇതെല്ലാം ശാന്തമായി കേട്ടിരുന്ന പൂജ ഒരു നിമിഷം കാർത്തികേയൻ നോക്കി മന്ദമായി സംസാരിച്ചു. സാറിൻ്റെ ഭാര്യ എപ്പോഴും സാറിൻ്റെ സന്തോഷം തന്നെയല്ലേ ആഗ്രഹിച്ചത്? അവളുടെ ശബ്ദം നിസ്സാരമായിരുന്നുവെങ്കിലും അവൾ പറഞ്ഞ ഓരോ വാക്കും ആഴത്തിൽ തട്ടി. അപ്പോൾ സാറിങ്ങനെ തളർന്നിരിക്കുമ്പോൾ അത് മീരയ്ക്ക് സഹിക്കുവാൻ പറ്റുമോ? കാർത്തികേയൻ ഒരു നിമിഷം നിശ്ചലമായി. പൂജ പിന്നെയും തുടർന്നു. ജീവിതാവസാനം വരെ ആരും നമ്മുടെ കൂടെയുണ്ടാകുകയില്ലേ സാർ? പകുതി വഴിയിൽ തന്നെ അവർ നമ്മെ വിട്ടുപോകും. പക്ഷേ ചിലപ്പോൾ നമ്മുടെ ജീവിതം തന്നെയാണ് അവരുടെ സന്തോഷം. അതിനാൽ സാർ സന്തോഷത്തോടെ ഇരിക്കണം. ആ വാക്കുകൾ കാർത്തികേയൻ്റെ മനസ്സിൽ ഒരു കുളിർമഴ പോലെ പെയ്തു. അവൻ്റെ ഉള്ളിലെ ആ വേദന അല്പം ശാന്തമായി. മീരയുടെ ഓർമ്മകൾ ഇപ്പോൾ വേദനയായല്ല, ഒരു സ്നേഹമായി തോന്നി. ട്രെയിൻ പതുക്കെ അടുത്ത സ്റ്റേഷനിലെത്തി. എൻ്റെ സ്റ്റേഷനെത്തി, പൂജ പറഞ്ഞു. അവൾ ഇറങ്ങുവാൻ തയ്യാറായി. കാർത്തികേയൻ ഒന്നും പറയുവാൻ കഴിഞ്ഞില്ല. പക്ഷേ അവൻ്റെ കണ്ണുകളിൽ നന്ദിയുണ്ടായിരുന്നു.
പൂജ ട്രെയിനിൽ നിന്നും ഇറങ്ങുവാൻ നോക്കി. ഇറങ്ങുവാൻ പോകുന്ന സമയത്ത് തന്നെ കാർത്തികേയനോട് ഒരു വാക്കും കൂടി പറഞ്ഞു. സാർ സന്തോഷത്തോടെ ഇരിക്കണം. ആ സന്തോഷമാണ് മീരയ്ക്ക് ഏറ്റവും വലുത്. അതുകൊണ്ട് സാർ ഇനി ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടരുത് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അവൾ നടന്നു. അവൾ ദൂരേക്ക് മറിഞ്ഞു പോകുമ്പോൾ കാർത്തികേയൻ അവളെ നോക്കി നിന്നു. ഇപ്രാവശ്യം കണ്ണുനീരോടെയല്ല, ഒരു ചെറിയ ശാന്തമായ ചിരിയോടെ. അവളുടെ വാക്കുകൾ അദ്ദേഹത്തിൻ്റെ ജീവിതം മാറ്റിമറിച്ചിരിക്കുന്നു. ആ ദിവസം മുതൽ കാർത്തികേയൻ മാറി. കഠിനമായ ഒരു ഓഫീസർ മാത്രമല്ല, സ്നേഹത്തിൻ്റെ വിലയറിയുന്ന ഒരു മനുഷ്യനായി. മീര അവളില്ലെങ്കിലും അവൾ നൽകിയ സ്നേഹം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ എന്നും നിലനിൽക്കുന്നു. അതെ, ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും സ്നേഹത്തെ അവഗണിക്കുന്നു. അത് നമ്മളോടൊപ്പം ഉണ്ടാകുമ്പോൾ അതിൻ്റെ വില മനസ്സിലാകാറില്ല. പക്ഷേ അത് നമ്മെ വിട്ടുപോകുമ്പോൾ മാത്രം അത് എത്രയോ വിലപ്പെട്ടതായിരുന്നുവെന്ന് നമ്മൾ തിരിച്ചറിയുന്നു. അതിനൊരു ഉദാഹരണമാണ് ഈ കഥയിലെ മീര.